നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കാറ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. 37 മുതൽ 68 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റുകളെ എന്ത് വിളിക്കുന്നു? ചണ്ടമാരുതനാണ് 37 മുതൽ 68 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റുകൾ. ഭൗമോപരിതലത്തിലൂടെയുള്ള അന്തരീക്ഷ വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റ് എന്നറിയപ്പെടുന്നത്. ഭൗമോപരിതലത്തിലൂടെയുള്ള അന്തരീക്ഷ വായുവിൻ്റെ തിരശ്ചീനമായ ചലനമാണ് കാറ്റ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലെ വ്യത്യസ്ത അന്തരീക്ഷമർദ്ദം നിമിത്തമാണ് വായു ചലനാത്മകമാകുകയും കാറ്റുകൾ രൂപം കൊള്ളുകയും ചെയ്യുന്നത്. കാറ്റുകൾ രൂപം കൊള്ളാൻ കാരണം അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലെ വ്യത്യസ്തമായ അന്തരീക്ഷ മർദ്ദമാണ്. ഓർത്തിരിക്കുക. അന്തരീക്ഷമർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് വായു തിരശ്ചീനമായി ചലിക്കുമ്പോഴാണ് കാറ്റ് അനുഭവപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, കാറ്റ് രൂപപ്പെടാൻ കാരണം വ്യത്യസ്തങ്ങളായ അന്തരീക്ഷമർദ്ദമാണ് അല്ലേ. അന്തരീക്ഷമർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് അന്തരീക്ഷമർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലോട്ടാണ് വായു ചലിക്കുന്നത്. ഇങ്ങനെയുള്ള വായുവിൻ്റെ തിരശ്ചീനമായ ചലനത്തെയാണ് കാറ്റ് എന്ന് പറയുന്നത്. 5 കിലോമീറ്റർ മുതൽ 9 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റുകളെ മന്ദമാരുതൻ എന്നാണ് വിളിക്കുന്നത്. 5 കിലോമീറ്റർ മുതൽ 9 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റുകളാണ് മന്ദമാരുതൻ. 52 മുതൽ 96 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റുകളാണ് കൊടുങ്കാറ്റുകൾ എന്നറിയപ്പെടുന്നത്. 52 മുതൽ 96 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റുകളാണ് കൊടുങ്കാറ്റുകൾ. നിശ്ചിത ദിശയിലേക്ക് വർഷം മുഴുവൻ തുടർച്ചയായി വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണ് സ്ഥിരവാതങ്ങൾ. സ്ഥിരവാതങ്ങൾ എന്ന് പറയുന്നത് നിശ്ചിത ദിശയിലേക്ക് വർഷം മുഴുവൻ തുടർച്ചയായിട്ട് ഒരേ ദിശയിലേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളെ പറയുന്നത് സ്ഥിരവാതങ്ങൾ എന്നാണ്. ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്ന വിവിധ ഇനം കാറ്റുകളിൽ ഒന്നാണ് ഈ സ്ഥിരവാതങ്ങൾ. അതുപോലെ കാലികവാതങ്ങൾ, അസ്ഥിരവാതങ്ങൾ, പ്രാദേശികവാതങ്ങൾ, പ്രാദേശിക ചക്രവാതങ്ങൾ തുടങ്ങിയവ മറ്റു കാറ്റുകളാണ്. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് സ്ഥിരവാതങ്ങൾ വീശുന്നത്. സ്ഥിരവാതങ്ങൾ സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് വർഷം മുഴുവൻ ഒരേ ദിശയിലേക്ക് വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാതങ്ങൾ എന്ന് പറയുന്നത്. അവ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത്. ആഗോളമർദ്ദ മേഖലകളിലാണ് ഇവ രൂപപ്പെടുന്നത്. അതിനാൽ ഇതിനെ ആഗോളവാതങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡ്സ് എന്നും വിളിക്കുന്നു. സ്ഥിരവാതങ്ങളെ വിളിക്കുന്ന മറ്റു പേരാണ് ആഗോളവാതങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡ്സ്. കൂടാതെ പ്രിവെയിലിംഗ് വിൻഡ്സ് അഥവാ നിരന്തരവാദങ്ങൾ എന്നും ഇവയ്ക്ക് പേരുണ്ട്. സ്ഥിരമായി ഒരേ ദിശയിലേക്ക് വീശുന്നത് കൊണ്ട് നിരന്തരവാദങ്ങൾ എന്നും ഇവയ്ക്കൊരു പേരുണ്ട്. സ്ഥിരവാദങ്ങളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഈ സ്ഥിരവാദങ്ങളെ തന്നെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാണ് ട്രേഡ് വിൻഡ്സ് അഥവാ വാണിജ്യവാദങ്ങൾ, അതുപോലെ വെസ്റ്റർലീസ് അഥവാ പശ്ചിമവാദങ്ങൾ, പോളാർ വിൻഡ്സ് അഥവാ ധ്രുവീയവാദങ്ങൾ. അപ്പോൾ സ്ഥിരവാദങ്ങളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ട്രേഡ് വിൻഡ്സ് അഥവാ വാണിജ്യവാദങ്ങൾ, രണ്ടാമത്തത് വെസ്റ്റർലീസ് അഥവാ പശ്ചിമവാദങ്ങൾ, മൂന്നാമത്തത് ധ്രുവീയവാദങ്ങൾ അഥവാ പോളാർ വിൻഡ്സ്. അപ്പോൾ ഇത് 3ഉമാണ് സ്ഥിരവാദങ്ങൾ. ഭൂമധ്യരേഖയുടെ ഇരുവശത്തും 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. ഭൂമധ്യരേഖയുടെ ഇരുവശത്തു നിന്നും ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന കാറ്റുകൾ അറിയപ്പെടുന്നത് വാണിജ്യവാദങ്ങൾ എന്നാണ്. 30 ഡിഗ്രി വടക്കും തെക്കും അക്ഷാംശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന ഇവ വടക്കു കിഴക്കൻ വാണിജ്യവാദം, അതുപോലെ തെക്കു കിഴക്കൻ വാണിജ്യവാദം എന്നിങ്ങനെ 2 തരമുണ്ട്. 30 ഡിഗ്രി വടക്കും തെക്കും അക്ഷാംശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന ഇവ വടക്ക് കിഴക്കൻ വാണിജ്യവാദം എന്നും
തെക്കുകിഴക്കൻ വാണിജ്യവാദം എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. സ്ഥലകാല ക്രമങ്ങളില്ലാതെ രൂപം കൊള്ളുന്ന കാറ്റുകളെ പറയുന്ന പേരാണ് അസ്ഥിരവാദങ്ങൾ. സ്ഥലകാല ക്രമങ്ങളില്ലാതെ രൂപം കൊള്ളുന്ന കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. പാമ്പിൻ്റെ ചുരുൾ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സൈക്ലോൺ എന്ന വാക്കുണ്ടായത്. സൈക്ലോൺ എന്ന വാക്ക് ഉണ്ടായത് പാമ്പിൻ്റെ ചുരുൾ എന്നർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് പദമാണ് സൈക്ലോൺ. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാതങ്ങൾ ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾക്ക് ഉദാഹരണമാണ്. 1848 ക്യാപ്റ്റൻ ഹെൻറി പിഡിങ്ടൺ ആണ് ബംഗാൾ ഉൾക്കടലിലെ ശക്തമായ ചുഴലിക്കാറ്റുകൾക്ക് സൈക്ലോൺ എന്ന പേര് നൽകിയത്. അപ്പോൾ സൈക്ലോണ് ആ പേര് നൽകിയത് ആരാണ്? ഹെൻറി പിഡിങ്ടൺ ആണ്. 2016 ഡിസംബറിൽ ചെന്നൈയിൽ വൻ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് വാർധ. ദക്ഷിണ ചൈന കടലിൽ ഉണ്ടാകുന്ന ഉഷ്ണമേഖലാ ചക്രവാതകമാണ് ടൈഫൂൺ എന്ന് പറയുന്നത്. ദക്ഷിണ ചൈന കടലിൽ ഉണ്ടാകുന്ന ഉഷ്ണമേഖലാ ചക്രവാതമാണ് ടൈഫൂൺ. ദക്ഷിണ പസഫിക് സമുദ്രത്തിൽ ഓസ്ട്രേലിയയ്ക്ക് വടക്കു പടിഞ്ഞാറായി രൂപം കൊള്ളുന്ന ഉഷ്ണമേഖലാ ചക്രവാതമാണ് വില്ലി വില്ലീസ് എന്ന് പറയുന്നത്. ദക്ഷിണ പസഫിക് സമുദ്രത്തിൽ ഓസ്ട്രേലിയയ്ക്ക് വടക്കു പടിഞ്ഞാറായിട്ട് രൂപം കൊള്ളുന്ന ഉഷ്ണമേഖലാ ചക്രവാതമാണ് വില്ലി വില്ലീസ്. അപ്പോൾ ദക്ഷിണ ചൈന കടലിൽ ഉണ്ടാകുന്ന ഉഷ്ണമേഖല ചക്രവാതം ഏത് പേരിൽ അറിയപ്പെടുന്നു? ടൈഫൂൺ എന്നറിയപ്പെടുന്നു. ദക്ഷിണ പസഫിക് സമുദ്രത്തിൽ ഓസ്ട്രേലിയയ്ക്ക് വടക്കു പടിഞ്ഞാറായി രൂപം കൊള്ളുന്ന ഉഷ്ണമേഖല ചക്രവാതമാണ് വില്ലി വില്ലീസ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. സഹാറ മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ചക്രവാതമാണ് സൈമൂൺ അഥവാ സൈമൂൺ. അപ്പോൾ സൈമൂൺ എന്ന് പറയുന്നത് സഹാറ മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ചക്രവാതമാണ്. ക്യൂമുലോ നിംബസ് മേഘങ്ങൾ ടൊർണാഡോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്യൂമുലോ നിംബസ് മേഘങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ടൊർണാഡോയുമായിട്ടാണ്. 110 മുതൽ 300 മൈൽ അഥവാ 177 മുതൽ 480 കിലോമീറ്റർ വരെ വേഗത്തിലാണ് ടൊർണാഡോ വീശിയടിക്കുന്നത്. വൻ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്ന ടൊർണാഡോ ലോകത്ത് ഏറ്റവും കൂടുതൽ വീശുന്ന രാജ്യം അമേരിക്കയാണ്. ടൊർണാഡോ ഏറ്റവും കൂടുതൽ വീശുന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കയിൽ അനുഭവപ്പെടുന്ന ടൊർണാഡോയുടെ ഒരു വകഭേദമാണ് ട്വിസ്റ്റർ എന്ന് പറയുന്നത്. ട്വിസ്റ്ററാണ് അമേരിക്കയിൽ അനുഭവപ്പെടുന്ന ടൊർണാഡോയുടെ ഒരു വകഭേദമാണ് ട്വിസ്റ്റർ. F0 മുതൽ F5 വരെയുള്ള കാറ്റഗറിയിലാണ് ടൊർണാഡോ വരുന്നത്. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഡൽഹി, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയിടങ്ങളിലും ടൊർണാഡോ അനുഭവപ്പെടാറുണ്ട്. ടൊർണാഡോയുടെ തീവ്രത രേഖപ്പെടുത്താൻ ഹ്യൂജിത സ്കെയിൽ ഉപയോഗിക്കുന്നു. ടൊർണാഡോയുടെ തീവ്രത രേഖപ്പെടുത്തുന്ന സ്കെയിലാണ് ഹ്യൂജിത സ്കെയിൽ. ഹ്യൂജിത സ്കെയിലിലെ F0 ഏറ്റവും തീവ്രത കുറഞ്ഞതും F5 ഏറ്റവും വിനാശകാരിയായതുമായ ടൊർണാഡോകളെയും സൂചിപ്പിക്കുന്നു. ഹ്യൂജിത സ്കെയിലിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് എൻഹാൻസ്ഡ് ഹ്യൂജിത സ്കെയിൽ എന്ന് പറയുന്നത്. ടൊർണാഡോയുടെ തീവ്രത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് ടോറോ സ്കെയിൽ. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് കാറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.